ഞാൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് പറയാം, എന്നെ മിന്നിലെടുത്ത് കളിക്കാം ഇല്ലെന്ന്. അപ്പോൾ പറഞ്ഞു, എനിക്ക് എഴുതാൻ പറ്റിയ ഒരു കടലാസൊന്നും ഒരു താളിയോലെയോ മാൻതോലോ ഒന്നും എനിക്ക് കിട്ടിയില്ല. ഞാൻ ഇവിടെ വന്നിട്ട് സിയാറത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾ ദിവസം തുടങ്ങി. അപ്പോൾ പിന്നെ ഞാൻ ഓടി വന്നു, എനിക്ക് ഒന്നുമില്ല, അങ്ങാടി പോയി വാങ്ങാനോ മറ്റോ നിങ്ങൾ നേരല്ല, ഞാൻ നേരെ വന്നിരുന്നതാണ് എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ എന്റെ ചോദിച്ചു, ഞാൻ എന്റെ കയ്യിലെഴുതിയ അപ്പൊ കയ്യിൽ നിന്ന് പിടിച്ചു എന്നോട് ചോദിച്ചു, കയ്യിൽ ഇവിടൊന്നും കാണാനില്ലല്ലോ. അപ്പോൾ പറഞ്ഞേ, ഞാൻ എഴുതിയത് ദീക്കൃത്തെങ്കിലും എഴുതിയത് എഴുതുന്നതിനനുസരിച്ച് ഹിഫ്ളാക്കാൻ വേണ്ടിയാണ് ഞാനത് ഹിഫ്ളാക്കുന്നത്. എന്നാൽ ഫഖ്റ അലി ഹദീഥൻ മിൻഹാ ഒരു ഹദീഥിൽ പറഞ്ഞു, ഫഖ്റ അലി 5 അശീ സുബ്ഹാനല്ലാഹി 25 ഹദീസ് അങ്ങേടോ. അപ്പോഴത്തെ പേടിയായി ആർക്ക്? മാലിക് മനസ്സിന് പേടിയായി. പറയും മനുഷ്യന്മാരെ, അത് പറഞ്ഞിട്ട് അടുത്ത വരി പറയൂ, അതാണ് റിജാല്, അവരെ തുടരാനാണ് അല്ലാഹു പറഞ്ഞ സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരെ പറ്റി ഒരു പുസ്തകം കേരളത്തിൽ കിട്ടാനില്ല. പാങ്ങക്കാരനെ പോലത്തെ ഒരാളെ ഞാൻ അങ്ങോട്ട് കണ്ടിട്ടുമില്ല. 60-ാമത്തെ വയസ്സിൽ പാങ്ങക്കാരൻ മരിച്ചു. 56-ാമത്തെ വയസ്സിൽ വീട്ടു തടങ്കൽ എന്ന് പറയുമ്പോൾ സുഖമില്ല. തൊട്ടത് പൊന്നാക്കല്ല, പാങ്ങിലിനെ പോലത്തെ ഒരാള് കേരള ചരിത്രത്തിൽ ഉണ്ടാവില്ല. 60-ാമത്തെ വയസ്സിൽ പാങ്ങിൽ വെച്ചിട്ടുണ്ട്. ഒരു പുസ്തകമില്ല. പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരാണ് സമസ്തയുടെ RC ഓണർ. വരക്കൽ ബാലവി മുല്ലക്കോയത്തങ്ങളെ വലിച്ചൂറ്റിയത് പാങ്ങിലാണ് സമസ്തയുടെ RC ഓണർ. പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരാണ്. സംശയിക്കണം. ഇവിടെ എന്തിന്റെ ഇവിടെ വഹാബിയത്ത് തച്ചുകെടുത്തതും എല്ലാം പാങ്ങിലാണ്. പക്ഷെ പുസ്തകം കിട്ടല്ല. ഒരു പുസ്തകം പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ന പേരിൽ ഒരു പുസ്തകം കേരളത്തിൽ കിട്ടാനില്ല. എന്നാൽ പാങ്ങിലിനെ പോലെ പ്രയാസകരമായ ചരിത്രം ഇല്ല. എന്തുകൊണ്ട്? പാങ്ങിൽ രാഷ്ട്രീയക്കാരനാണ്, ഒരേ സമയത്ത് രാഷ്ട്രീയക്കാരൻ, കോൺഗ്രസ്. പിന്നെ കോൺഗ്രസും ആലി മുസ്ലിയാരും പാങ്ങിലും കൂടെയാണ്. പിന്നെ ആലി മുസ്ലിയാര് ഖിലാഫത്ത് ലഹളയിലേക്ക് എടുത്തു ചാടിയപ്പോൾ ആലി മുസ്ലിയാരുമായി പിണങ്ങി, സമുദായത്തെ നഷ്ടം വരുത്തുന്നത് പറഞ്ഞിട്ട് പിണങ്ങിയിട്ട് തിരിച്ചു വന്നു. പിന്നെയാണ് പാങ്ങിൽ ജസ്റ്റിസ് പാർട്ടി ഉണ്ടാക്കിയത്. ആ ജസ്റ്റിസ് പാർട്ടിയാണ് 1936 മലബാർ ജില്ലാ ലീഗായത്. ഈ മലബാർ ജില്ലാ ലീഗിൽ നിന്നാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉണ്ടായത്. അപ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയത്തിന്റെ പിതാവും പാങ്ങിലാണ്. പാങ്ങിലിനെ പഠിക്കണമെങ്കിൽ കോൺഗ്രസിനെ പഠിക്കണം, ഇന്ത്യൻ രാഷ്ട്രീയം പഠിക്കണം, സ്വാതന്ത്ര്യ സമരം പഠിക്കണം. അത് തലവേദനയാണ്. ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. എന്നാൽ ഈ അടുത്ത കാലത്ത് നമ്മളെ കൂട്ടത്തിൽ മരിച്ചുപോയ ആളുകളെ പറ്റി ഇഷ്ടംപോലെ പുസ്തകങ്ങൾ കിട്ടാറുണ്ട്. ഇതിന് മുഴുവനും കൂടി പ്രബുദ്ധത എന്ന് ഞാൻ പറയൂല. ഞാൻ ഇനി പ്രബുദ്ധത എന്ന് പറയില്ല. ആഴങ്ങളിൽ നിന്ന് സമൂഹം തിരിച്ചു പോവുകയും ഉപരിപ്ലവമായ കാഴ്ചയും പക്ഷപാതിത്വവും ജനങ്ങളിൽ അധികരിക്കുമ്പോൾ മാത്രമാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ മുളച്ചു പൊങ്ങുന്നത്. അതൊരിക്കലും ശുഭോദർക്കമല്ല, അതൊരിക്കലും ശുഭോദർക്കമായ സംഗതിയല്ല. അത് വളരെ ഗൗരവമുള്ളൊരു നിസ്സാരപ്പെട്ട വിഷയമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ അവതരിപ്പിച്ചാൽ മാത്രം തീരുന്ന പ്രശ്നമേ മദ്ഹബിലുള്ളൂ. അത് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ എന്നെപ്പോലത്തോർക്ക് പോലും തീരില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇതിന്റെ ഗൗരവം നമ്മൾ വളരെ ഗൗരവമായി മനസ്സിലാക്കണം. ഇതൊക്കെ അടുത്ത കാലഘട്ടത്തിൽ വിജ്ഞാനത്തിന് സംഭവിച്ചിട്ടുള്ള ഭയാനകമായ അപകടമാണ്. അതുകൊണ്ട് എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചാൽ ആഴം നഷ്ടപ്പെട്ടു. ആഴം നഷ്ടപ്പെട്ടു പോയാലോ, ആഴം നഷ്ടപ്പെട്ടു പോയാൽ പേർക്കും ചെയ്യും. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. ഇമാം ഗസാലി ചർച്ച ചെയ്യപ്പെട്ടതുപോലെ പോലും ഇമാം ശാഫിഈ തങ്ങൾ മലയാളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടില്ല. ചെറിയ പുസ്തകങ്ങളെ കൊണ്ട് ചെറിയ പുസ്തകങ്ങൾ. പിന്നെ ചില ആളുകൾ ഷാഫി ഇമാമിന്റെ പേര് പുസ്തകം ഷാഫി ഇമാമിനെ വിമർശിക്കാൻ വേണ്ടി ഷാഫി എന്ന പേരിൽ വഹാബികളുടെ പുസ്തകം, അത് വായിച്ചു കഴിയുമ്പോഴത്തേനും അവൻ ഷാഫി ഇമാമിനെ തള്ളി പറയും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇങ്ങനെയൊക്കെയുള്ള ചില സാഹചര്യങ്ങൾ ഞാൻ നീട്ടി പറയുന്നില്ല. ഞാനത് ഇപ്പോൾ തന്നെ പറഞ്ഞിട്ടില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നാല് ഇതിന്റെ ഗൗരവം നമ്മൾ വിദ്യാർത്ഥികൾ അറിയാതെ പോകും. അങ്ങനെ വരുമ്പോൾ ഇതിന് ഉദ്ദിഷ്ട ഫലം ഇല്ലാതെ വരും.
ഈ വിഷയത്തിൽ ഒരു ഡെസ്ക് ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ അക്കാദമിയിൽ ആരംഭിക്കട്ടെ. ഒരു ഡെസ്ക് ഉന്നത വിദ്യാഭ്യാസം നേടുന്ന ആളുകൾക്ക് ആഴ്ചയിൽ ഒരു ഉച്ചയ്ക്ക് ശേഷമുള്ള സമയമെങ്കിലും അവർക്ക് നിർബന്ധ പീരിയഡുകൾ ഇമാം ഷാഫിയെ പറ്റി പഠിക്കാൻ. എന്താ അങ്ങനെ ചെയ്താൽ? എന്നിട്ട് അതിൽ അവർ നല്ല നല്ല മക്കാലകൾ എഴുതട്ടെ, നല്ല നല്ല ലേഖനങ്ങൾ പുറത്തു വരട്ടെ, നല്ല നല്ല പ്രഭാഷണങ്ങൾ പുറത്തു വരട്ടെ. വളരെ നമ്മൾ ചിന്തിക്കണം. ബഹുമാനപ്പെട്ട ഖാദി മുഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി മുഹീദ്ദീൻ മാല എഴുതിയത് കൊണ്ട് മാത്രമാണ് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു കേരളത്തിൽ ജനകീയനായത്. അപ്പോൾ ഖാദി മുഹമ്മദ് ചെയ്ത സേവനം വളരെ വലിയ സംഗതിയാണ്. ഖാദി വളരെ ചിന്തിക്കണം, വളരെ ഗൗരവമായി ചിന്തിക്കണം. ബഹുമാനപ്പെട്ട ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവരെ പറ്റി വളരെ മനോഹരമായ കവിത എഴുതി ആര്? മഹാനായ ഖാദി മുഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി. അതിന് വലിയ അർത്ഥവുമുണ്ട്. മണിപ്രവാളത്തിൽ വരുന്ന ആദ്യത്തെ കവിതയാണത്. ഖാദി മുഹമ്മദിന്റെ എന്താ പറയാ മുഹീദ്ദീൻ മാല. തുഞ്ചത്ത് എഴുത്തച്ഛൻ AD 1612 അധ്യാത്മ രാമായണം എഴുതുന്നത്. അതിന്റെ 5 കൊല്ലം മുമ്പ് 1607 മണിപ്രവാളത്തിൽ മുഹീദ്ദീൻ മാല വരുന്നത്. അപ്പോൾ മലയാളം കണ്ട മണിപ്രവാളത്തിൽ ആദ്യത്തെ കാവ്യമാണ് മുഹീദ്ദീൻ മാല. അതുകൊണ്ട് സാഹിത്യലോകം പരക്കെ ചർച്ച ചെയ്തത്. റിഫായി ശൈഖ് മുഹീദ്ദീൻ ശൈഖിനേക്കാൾ അത്ര മോശക്കാരനൊന്നല്ല. പക്ഷെ ഈ ജനകീയത ഉണ്ടായില്ല. എന്തുകൊണ്ട്? ഈ കവിത ജനകീയമാക്കുന്ന കാര്യത്തിൽ അത്ര വിജയിച്ചില്ല മലയാളം. ഇമാം മഹാനായ ഔത്തുൽ ആദമിനേക്കാൾ താഴെയുള്ള ഒരാളൊന്നും അല്ല സുൽത്താനുൽ ആരിഫീൻ മഹാനായ അഹ്മദുൽ കബീർ അൽ-റിഫായി റളിയല്ലാഹു അൻഹു. തീരെ താഴെയല്ല അബുൽ ഹസൻ ശാദുലി. ത്വരീഖത്ത് അറിയുന്നവർക്കറിയാം, ത്വരീഖത്തറിയുന്നവർക്കറിയാലോ. ഇമാം ഷാദിലിയോ തീരെ താഴെയല്ല. അത്രയും വലിയ റായത്തിൽ പറയുന്ന ആളാണ് ബഹുമാനപ്പെട്ട അബുൽ ഹസൻ ശാദിലി റളിയല്ലാഹു അൻഹു. പക്ഷേ ഇങ്ങനെയുള്ള വർക്കുകൾ ഉണ്ടായില്ല. അതുകൊണ്ട് ഇമാം ഷാദിലി മഹാനായ ആരാണ് ഷാദിലി എന്ന് പോലും അറിയില്ല. ഷാദിലിയുടെ കർമ്മങ്ങൾ പോലും ഷാദിലി അല്ലാത്ത രൂപത്തിലാണ് വാഴ്ത്തപ്പെട്ടത്. അത്തിപ്പറ്റ മൈദിക്കുട്ടി മുസ്ലിയാരെ ദിക്ർ ഞങ്ങളെ നാട്ടിൽ സ്ഥാപിച്ചിട്ടുണ്ടെന്ന് അറിയും. ഇയാൾക്ക് എന്ത് ദിക്ർ? ദിക്ർ അബുൽ ഹസൻ ശാദിലിയുടേതാണ് റളിയല്ലാഹു അൻഹു. ഇത് ശാദിലിയുടേതാണെന്ന് ചെല്ലുന്നവനും അറിയില്ല. എന്തുകൊണ്ട്? ശാദിലിയുടെ ദിക്ർ മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങൾ ശാദിലി ഇമാമിന് നൽകിയിട്ടുള്ള അദ്കാറുകൾ പ്രവർത്തിക്കുന്നവർക്ക് പോലും ഇത് ശാദിലിയുടെ ഇർസാണ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ശാദിലിയെ ജനകീയമാക്കി. ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. ഒരു കാര്യം ജനകീയമാകുമ്പോൾ ആ ജനകീയമാകണമെങ്കിൽ അതിൽ ജനകീയമായ വർക്കുകൾ ഉണ്ടാകണം. നല്ല 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 കഴിവുള്ളവരുണ്ട്. ഇപ്പൊ ഇന്ന് രാവിലെ ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരാള് കല്യാണം വിളിക്കുന്ന ഒരു ബൈത്ത് എന്നെ മാണിയൂര് കേൾപ്പിച്ചു. എന്നിട്ട് പ്രബുദ്ധൻ എന്ന് ഞാൻ പോലും വിചാരിക്കുന്ന മാണിയൂര് എന്നോട് അടുത്ത് പറയുന്നത് എന്താണെന്നറിയോ? ബഹുമാനപ്പെട്ട CK പറയാണ്, എന്റെ രനിയുടെ കല്യാണത്തിന് ഇയാളെ കൊണ്ടൊരു പാട്ട് എഴുതിക്കണം, എന്നിട്ട് അത് ഇയാളെ കൊണ്ട് തന്നെ ചെല്ലിക്കണം. നിങ്ങൾ ചിന്തിക്ക്. അപ്പൊ ഒരു കാര്യം ജനകീയമാകുമ്പോൾ അവന്റെ കാര്യത്തിന് വിനിയോഗിക്കുള്ളൂ. പഴയ കാലത്ത് അങ്ങനെയല്ല. മുത്തപ്പരിത് ഉണ്ടാക്കിയത് ആരാ അറിയില്ല. ആരാ ഉണ്ടാക്കിയത്? മഖ്ദൂമുൽ കബീർ റളിയല്ലാഹു അൻഹു. മഖ്ദൂമുൽ കബീർ റളിയല്ലാഹു അൻഹു എന്തേ പിന്നെ എഴുതാൻ? അത് ലില്ലാഹി ചെയ്തതാണ്. പേരെഴുതുന്ന പണി അവർക്കില്ല. മങ്കൂസ് ഉണ്ടാക്കിയത് ആരാ എന്ന് പറയും. ഇത് വളരെ ഗൗരവമായ വിഷയമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാര്യത്തിന്റെ വലിയ വിഷയമാണ്. എന്താ നമ്മളെ വിഷയത്തിന്റെ ഗൗരവം ഞാൻ പറഞ്ഞുതരാം. നമ്മളെ അടിയാധാരത്തിൽ ഖുർആൻ സുന്നത്തല്ല ഉള്ളത്. നമ്മളെ അടിയാധാരത്തിൽ കർമ്മത്തിൽ പറയും ഇമാം ശാഫിഈയുടെ മദ്ഹബ് അനുസരിച്ചും വിശ്വാസപരമായി അബുൽ ഹസൻ അശ്അരിയുടെ മാർഗം അനുസരിച്ചുമാണ് ഈ മഹല്ല് സംവിധാനം മുന്നോട്ട് പോവാൻ എന്ന് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കൊരു വ്യവസ്ഥ ഉണ്ട്. സിറാത്തൽ ലദീന റിജാലിനാണ്. മുഹമ്മദ് എന്ന മനുഷ്യൻ മാത്രം ഇവിടെ വന്നത്. ഖുർആൻ വന്നിട്ടില്ലെങ്കിലും ഒരു ചുക്കും മുസ്ലിം സമുദായത്തിൽ വരാൻ പോണില്ല, വരാനേ പോണില്ല. ഖുർആൻ വന്നു, മുഹമ്മദ് എന്ന മനുഷ്യൻ വന്നിട്ടില്ല എന്നെങ്കിൽ ഒരാൾ നന്നാവാൻ പോണില്ല. അതുകൊണ്ടാണ് എല്ലായിടത്തും റിജാലിനെ എണ്ണിയത്. എവിടെ റിജാല എണ്ണിയത്? റബ്ബന വബഅസ് ഫീഹിം
റസൂലൻ റിജാലിനാണ് ആദ്യം പറഞ്ഞത്. യത്ലു അലൈഹിം ആയാതിക്. ആയത്ത് പിന്നെയാണ്. മിന്നത്തും അവിടെ തന്നെ അങ്ങനെ തന്നെ പറഞ്ഞത്. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് അൻസല ഫീഹിം കിതാബൻ എന്നല്ല പറയ്. ഇത് ബഅദ ഫീഹിം റസൂല. അപ്പോൾ റിജാലിനെ പരിചയപ്പെട്ടത്. കിതാബ് പിന്നെ. കിതാബ് പഠിക്കേണ്ട ഒരാവശ്യമില്ല റിജാലിനെ പരിചയപ്പെട്ടാൽ. ആദ്യം മുസ്ലിമത്തായത് ഖദീജയാണ്. ഇഖ്റ ബിസ്മി ലാബിലിട്ട് പരിശോധിച്ചത് മുസ്ലിം ആയതല്ല. ഇനി ആരോ പേടിപ്പിച്ചു, നിങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ ഞാൻ ജിബ്രീലാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് വന്നെന്ന് പറഞ്ഞു മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ പറഞ്ഞു ഇന്നി ഐഖനു അന്നക നബിയു ഹാദിഹിൽ ഉമ്മ അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്നക റസൂലുള്ളാഹ്. ഇഖ്റ ബിസ്മി പഠിച്ചിട്ടില്ല ആദ്യത്തെ മുസ്ലിം ആര്? ഖദീജ. ലാ യസ്ലഹു ആഖിറു ഹാദിഹിൽ ഉമ്മ ഇല്ലാ ബിമാ സലഹ ബിഹി അവലുഹാ. റിജാലിനെ പഠിക്കാതെ കിതാബ് പേച്ചണു. പേച്ച മാർഗത്തെ പിന്തുടരണ്ട. വഹാബി അങ്ങനെ പേച്ചു, റിജാലിനെ തള്ളി. ഇതൊക്കെ വളരെ വലിയ സത്യമാണ്. മുസ്ലിം സമുദായം എന്ന് പറഞ്ഞാൽ ഭാര്യ ഉടച്ച മൂരിയെ പോലെയാണ്. മുസ്ലിം സമുദായത്തിന്റെ ഇന്നത്തെ ഉദാഹരണം വരി ഉടച്ച മൂരിയെ പോലെയാണ്. ഉടക്കാത്ത മൂരിക്കുള്ള എല്ലാ അവയവും ഉടച്ച മൂരിക്കുണ്ടാവും, പക്ഷെ ഒന്നും നടക്കൂല. അതാണ് ഇന്നത്തെ മുസ്ലിം സമുദായം. ഇനി ഒരാൺകുട്ടിന് വരും, മുഹമ്മദ് ബിൻ അബ്ദില്ല. ഖുർആൻ ഇന്നും വള്ളിക്കും വിളിക്കും വ്യത്യാസമല്ല, ഒന്നും വള്ളിക്കും വിളിക്കും വ്യത്യാസമല്ല. റജുൽ എന്ന് വന്നാൽ നിങ്ങളോ റജുലിന്റെ മുന്നിൽ യഖൂമു ബിൽ ഖുർആനി വസുന്നത്തി റസൂലില്ലാഹ്. അപ്പോൾ പരിചയപ്പെടേണ്ട ആരെയാണ്? റിജാലിനെയാണ്. അന്ന് രാവിലെ മുസ്ലിം ആയവർ വരെ ഉണ്ട് ആ കൂട്ടത്തിൽ. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു ഫല്ലു ബല്ലി ഷാഹിദുൽ എന്നെ കണ്ടവരൊക്കെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്തോളിന്നാണ്. നമ്മൾ രണ്ട് വിഭാഗമായി നിൽക്കി. ആയത്ത് പഠിച്ചവരും പഠിക്കാത്തവരും. ആയത്ത് പഠിച്ചവരൊക്കെ പോയിട്ട് വയൽ പറഞ്ഞോളി, നല്ല മുത്തുനബി പറഞ്ഞു. നിങ്ങൾ ഇവിടെ ഉണ്ടോ ആവോ? നിങ്ങൾ സ്ഥലത്തുണ്ടോ ആവോ? നിങ്ങൾ സ്ഥലത്തുണ്ടോ ആവോ? ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞയച്ചല്ല സ്വഹാബിയെ, മുത്തുനബിയെ കണ്ടോരെ കാണിക്കാൻ പോയതാണ് അവര്. മുത്തുനബി എന്ന മുനീറിൽ നിന്ന് നൂറ് സ്വീകരിച്ചിട്ട് ആ 100 ലോകത്തെ കാണിക്കാൻ വേണ്ടി പോയതാണ്. സ്വഹാബത്തിന് ഉപമിച്ചതും നുജൂമല്ലേ. നെജ്മ് എന്തെങ്കിലും വളർന്നിട്ടുണ്ട്. നെജ്മിന്റെ ബാധ്യത നെജ്മിന് ഒരു കേന്ദ്രത്തിൽ നിന്ന് 100 കിട്ടും. അപ്പോൾ ജനങ്ങളുടെ മറുകയിൽ ഇങ്ങനെ നിന്നു കൊടുക്കുക. നെജ്മിന് വളരേണ്ട ആവശ്യമുണ്ടോ? കൂട്ടം കൂട്ടമായി വന്നുള്ളൂ ഞാനാവുന്നത് നെജ്മാവുന്നു എന്ന് വളരേണ്ട ആവശ്യം നക്ഷത്രത്തിനുണ്ട്. നക്ഷത്രം മറുകയിൽ നിന്നാ മതി. ഈ മനുഷ്യൻ വല്ലാതെ പറഞ്ഞില്ല. വർത്താനം പറയാത്ത ആളാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇവിടെ ഏത് വിഷയം പഠിച്ചാലും മറന്നു വിചാരാണ്. അതിന്മേലെ എടുത്തതാണ് എന്ത് അഹ്ലു സുന്നത്ത് വൽ ജമാഅ. അപ്പൊ നമ്മളെ മഹല്ല നിൽക്കണമെങ്കിൽ രണ്ടാളെ പഠിക്കണം. ഇയാളാരാണ്? ഖാല ശാഫിഈ അൻ മാലികിൻ വഅൻ നാഫിഇൻ വഅൻ ഇബ്നു ഉമറ വഅൻ മുഹമ്മദ് മുസ്തഫ. ഇനി എന്താ വർത്തമാനം പറയാനുള്ളത്? ഇയാളാരാ? ഇങ്ങനെ പറയാൻ മൗദൂദിക്ക് കഴിയൂല, ഇങ്ങനെ പറയാൻ വഹാബിക്ക് കഴിയൂല. ആരങ്ങളെ ഷാഫിഈ? ഞങ്ങളെ ഷാഫിഈ പറഞ്ഞത് അൻ മാലികിൻ വമാലികുൻ അൻ നാഫിഇൻ വനാഫിഇൻ അൻ ഇബ്നു ഉമറ വഇബ്നു ഉമറ അൻ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായില്ലേ? എത്ര എളുപ്പമുണ്ട് വർത്താനം. സർട്ടിഫിക്കറ്റ് കൊടുത്തു. ലാ തസ്ബു ഖുറൈശൻ فإن فيها عالما يملأ طباق الأرض علما. ഇതാ ഖുറൈശികളെ ചീത്ത പറയുന്നത്. അവരിൽ ഒരു ആലിം ഉണ്ടാവും, ഭൂമിയുടെ ചക്രവാളം മുഴുവൻ വിജ്ഞാനം നടക്കും എന്ന് ഇമാം ദഹബി പോലും ഈ ഹദീസ് സ്വഹീഹാണെന്നും അത് ശാഫിഈയെ പറ്റിയാണെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം ദഹബി പോലും നാഖദീങ്ങളുടെ കൂട്ടത്തിൽ വല്ലാത്ത ഒരു ലുബ്ധനാണ് ദഹബി എന്നറിയാത്ത ഒരാളും ഇല്ല. നാഖദീങ്ങളെ താരീഖ് പഠിച്ചാൽ ദഹബിയെ തിരിയല്ലോ. ഇമാം ദഹബി പോലും പറഞ്ഞിട്ടുണ്ട് കുന്നാ നറാ അന്നഹു ശാഫിഈ ലാ തസ്ബു ഖുറൈശൻ ഫഇന്ന ഫീഹാ ആലിമൻ യംലഉ തിബാഖൽ അർദി ഇൽമാ. അപ്പൊ ഏത് ഈ ആധാരം എങ്ങനെ തുറന്നുവെച്ച്
നമ്മളിവിടെ നടക്കുന്ന ഏത് പ്രവർത്തനവും ഷാഫി മതം ആരെ ഷാഫി നാളത്തെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. ഈ ആളും മുത്തുനബിയും തമ്മിൽ ആകെയുള്ളത് ഇടയിൽ മൂന്നാളാണ്. ഒന്ന് മാലിക്, അതിന്റെ അപ്പുറം നാഫി, അതിന്റെ അപ്പുറം ഇബ്നു ഉമർ, പിന്നെ മുത്തുനബി മുത്ത് മുഹമ്മദ് മുസ്തഫ. പിന്നെ ഈ ചേരാതിരിക്കെ മയലിൽ ചേരാൻ വന്നോണ്ട് പറഞ്ഞു കൊടുക്കുക. നമ്മളെ മയലിലുണ്ടാണ്, നമ്മളെ മയലിൽ മുത്തുനബി തമ്മിൽ അകലല്ല. അകലെന്താ പറ കുട്ടി, അകലെന്താ? മുത്തുനബി നമ്മളെ മഹല്ല്, അതാണ് നമ്മളെ മഹല്ല്, അതാണ് സമസ്തയുടെ മഹല്ല്. അതിനാണ് സമസ്ത എന്ന് പറയാ. എന്തിനാ അവസ്ഥ ഉണ്ടാക്കിയത്? തിരുവനന്തപുരത്ത് കുറെ ആളുകളെ കേൾക്കാനും ഇറക്കാനും അല്ല. അത് നമ്മളെ പ്രമുഖമായ ലക്ഷ്യമല്ല. കേറിയാൽ അൽഹംദുലില്ലാ, കേറിയിട്ടില്ലെങ്കിൽ അൽഹംദുലില്ലാ. നമ്മക്ക് എന്ത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്ന് കേറണ്ടെന്നല്ല പറഞ്ഞ മയന. അങ്ങനെ ഒന്നും വിചാരിക്കണ്ട. കേറണവര് കേറട്ടെ, കേറാൻ നമ്മളാൽക്കായി നോക്കി കേറാൻ വേണ്ടി നല്ലവരൊക്കെ കേറാൻ നമുക്ക് സൗകര്യം ചെയ്തു കൊടുക്കാം. പക്ഷെ നമ്മളെ പ്രമുഖമായ ലക്ഷ്യം അതല്ല. ഈ സമൂസ എന്നെ പോലത്തെ തിന്നാൻ കൊണ്ടുവന്നതാണ്. ഈ സമൂസ എന്നെ പോലത്തെ തിന്നാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. ഈ സമൂസ അതൊരാൾക്ക് തിന്നാതിരിക്കാം. അയാളുടെ വരവിന്റെ പ്രമുഖമായ ലക്ഷ്യം സമൂസ തിന്നലല്ല. സമൂസ തിന്നാൻ വേണ്ടി ഒരാൾ ഇവിടെ പരിപാടിക്ക് വന്നാൽ ഓനെപ്പോലത്തെ നമുക്ക് വേണ്ട. സമസ്തയുടെ പ്രമുഖമായ ലക്ഷ്യം ഒറ്റ ലക്ഷ്യം പുസ്തകമുള്ളൂ. രണ്ടാമത്തെ ലക്ഷ്യം പുസ്തകമില്ല. സമസ്ത എന്തിനാണ് പുസ്തകം ഉണ്ടാക്കിയത്? ഐക്യസംഘം ജനങ്ങളുടെ അവരുടെ അഖീദയും അവരുടെ അമാലുകളും നശിപ്പിച്ച് മുൻഗാമികളായ ആളുകൾ മഹാന്മാരായ സുലൂക്കിൽ നിന്ന് തെറ്റിച്ചപ്പോൾ അവരെ അവിടെ സുബൂത്താക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സംഘടനയാണ് സമസ്ത. അല്ലാത്ത ഒന്നുമില്ല. അതിന്റെ ബാക്ക് ബോൺ അതാണ് അതിന്റെ ബാക്ക് ബോൺ. എന്തിനുണ്ടാവും ഒരു നട്ടല്. ഇതിനൊക്കെ വേദന ഉണ്ടാകാം. ഇതിന് വേദന ഉണ്ടായാൽ കഥ കഴിഞ്ഞു. പിന്നെ നടക്കൂല, പിന്നെ ഇരിക്കൂല, പിന്നെ നിൽക്കൂല, പിന്നെ ഇങ്ങനെ കിടക്കേണ്ടി വരും. ബാക്ക് ബോൺ പൊളിഞ്ഞാൽ കഴിഞ്ഞു. നമ്മളെ സംബന്ധിച്ചിടത്തോളം സിറാത്തുല്ലദീന അൻഅംത അലൈഹിം ചിന്തിക്കണം. അത് ഈ 2-3 അധിഷ്ഠിതമാണ്. 1 ഇസ്ലാം, 2 ഈമാൻ, 3 ഇഹ്സാൻ. 3 കാര്യമാണ് ദീന്. മൽ ഇസ്ലാമു വമൽ ഈമാനു വമൽ ഇഹ്സാൻ. അതിൽ ഒന്നാമത്തേതാണ് ഇസ്ലാം. അത് നമ്മൾക്ക് പഠിപ്പിച്ചത് ഇമാം ഷാഫിയാണ്. ഉറക്കെ പറഞ്ഞത് റളിയല്ലാഹു അൻഹു, ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു. അത് നമ്മൾ ആധാരത്തിൽ എഴുതിയിട്ടുണ്ട്. ഈ ആൾക്ക് മുസ്തഫയുടെ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അവർ ഖുറൈശി കബീലക്കാരനാണ്. അവർ ആക്ഷേപിക്കാൻ, കുടുംബത്തെ പോലും ആക്ഷേപിക്കുന്ന ഹബീബായ മുഹമ്മദ് മുസ്തഫ. ഖുറൈശികളെ ആക്ഷേപിക്കരുതെന്ന് പറയാൻ കാരണം പറയണമെങ്കിൽ ഈ ഒരു മനുഷ്യനാണ്. അപ്പൊ ആ മനുഷ്യന്റെ വലിപ്പത്തിൽ എത്രയിരിക്കും? ഖുറൈശികളെ ആക്ഷേപിക്കരുത് എന്ന് പറയാൻ വേണ്ടി ഒരു കാരണം പറയാണ്. മിസ്രികളെ ചീത്ത പറയരുത്. എന്റെ ഉമ്മ അവിടുന്നാണ്, മുത്ത് മുഹമ്മദ് മുസ്തഫ. ആ ഉമ്മാന്റെ ദർജ എത്ര ഉണ്ടാവും? ആരാ ഉമ്മ? ഹാജർ റളിയല്ലാഹു അൻഹ. ഹാജർ ആരുടെ ഭാര്യ? സയ്യിദുനാ ഇബ്രാഹിം. ഉമ്മുവലത്, ഭാര്യാസ്ഥാനത്ത് വെച്ച ഉമ്മുവലത് ആരുടെ? സയ്യിദുനാ ഇബ്രാഹിമിന്റെ. അത് കാരണം റസൂലുള്ളാഹി പറയാണ്. എന്താ പറയുന്നത്? മിസ്രികളെ ചീത്ത പറയരുത്, ആക്ഷേപിക്കരുതാണ്. ഈ ഹദീസിൽ തന്നെ ഒരു മഫ്ഹൂമുണ്ട്. ആക്ഷേപിക്കേണ്ട പരിപാടിയെ മിസ്രികൾ ചെയ്യുള്ളൂ. മനസ്സിലായില്ല? ആക്ഷേപിക്കേണ്ട പണി അല്ലാതെ ചെയ്യുന്നവരെ ആക്ഷേപിക്കരുത് എന്ന് പറയുന്നത് അതിനെന്താ? ഗൾഫിലൊക്കെ ജോലി ചെയ്ത ആളുകൾക്ക് അറിയാം. ആ കമ്പനിയിൽ ഏറ്റവും പ്രശ്നക്കാരൻ അവിടുത്തെ മിസ്രിക്ക് മിണ്ടാൻ പറ്റൂല. കാരണം റസൂലുള്ളാഹിന്റെ അമ്മ അവിടുന്നാണ്, മിണ്ടാൻ പറ്റൂല. അപ്പൊ നമ്മളെ 10 കൊല്ലത്തെ ബോധമുള്ള ഒരു മലയാളിയായ സുന്നി അവനെ ശല്യപ്പെടുത്തിയ മിസ്രിയെ മിണ്ടാതെ ആക്ഷേപം സഹിച്ചു നടന്നു. കാരണം ആ മാനേജർ ആരാണ്? മിസ്രിയാണ്. അത് റസൂലുള്ളാഹിന്റെ അമ്മ നാട്ടുകാരാണ്. അപ്പൊ അമ്മാന്റെ ദർജ എത്ര ആയിരിക്കും? ഇത് പഠിക്കാൻ എളുപ്പല്ലേ? ഖുറൈശികളെ നിങ്ങൾ ആക്ഷേപിക്കരുതെന്ന് മുഹമ്മദ് മുസ്തഫ. ആ കബീലയിൽ ഒരു ആലിമുണ്ട് എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. അതാണ് നമ്മൾ ആധാരത്തിൽ കാണുന്ന ഒരാള്.
രണ്ടാമത്തെ ആള് അബുൽ ഹസൻ അൽ അശ്അരിയാണ്. മഹാനായ അബുൽ ഹസൻ അൽ അശ്അരി അവരാരാ? യാ അയ്യുഹല്ലദീന ആമനൂ മയർതദ്ദ മിൻകും അൻ ദീനിഹി ഫസൗഫ യഅതില്ലാഹു ബിഖൗമിൻ യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു. പോന്നവർക്കൊക്കെ ഇസ്ലാം എന്ന് പുറത്തു പോകണമെന്ന് തോന്നുന്ന കാലത്ത് ഹക്കായ ദീനിൽ പിടിച്ചു നിൽക്കുന്ന ഒരു സമൂഹം വരും എന്ന ആയത്തിറങ്ങി. മാഇദയുടെ 55-ാമത്തെ ആയത്ത്. ഈ ആയത്ത് കഴിഞ്ഞ് ജിബ്രീൽ പോയി അലൈഹിസ്സലാം. റസൂലുള്ളാഹി ഇങ്ങനെ ഉണർച്ചയിലേക്ക് വന്നപ്പോൾ സംഘം വഹൗലഹു ഉസ്വാബത്തുൻ മിൻ അസ്ഹാബി റസൂലില്ലാഹ്, ഒരു സംഘം ആളുകളുണ്ട്. ഫഇന്ന ഫീഹിം അബാ മൂസ അൽ അശ്അരി. അപ്പോൾ ആ കൂട്ടത്തിൽ ഇരിക്കുന്നുണ്ട് ആര്? അബൂ മൂസ അൽ അശ്അരി. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഈ അബൂ മൂസയുടെ മുതുകിൽ നിന്ന് വരുന്ന ഒരു കുട്ടിയാണ്. ആ അബൂ മൂസ അൽ അശ്അരിയുടെ 9ാമത്തെ പേരക്കുട്ടിയാണ് നമ്മളെ അടിയാധാരത്തിലുള്ള അബൂൽ ഹസൻ അൽ അശ്അരി. ആരെ മുന്നിൽ നടക്കാം? മനസ്സിലായില്ലേ പറഞ്ഞത്? അപ്പൊ നമ്മളെ ആധാരം ഭദ്രാണ്. ഇനിയിപ്പോ എന്തേ ചെയ്യണ്ടുള്ളൂ? ജനങ്ങൾക്ക് ഈ ആധാരത്തെ പറഞ്ഞ രണ്ടാളെയും പറഞ്ഞു കൊടുക്കണം. മനസ്സിലാകാത്ത കാലത്തോളം എന്ത് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, ഹൈദർ അലി ശിഹാബ് തങ്ങൾ ഇവിടെ വന്നിറങ്ങി. ഇവിടെ ഹൈദർ അലി ശിഹാബ് തങ്ങൾ വന്നിറങ്ങി. ഒരുത്തൻ ഹൈദർ അലി ശിഹാബ് തങ്ങൾ അറിയില്ല എങ്കിൽ ഓൻ വീടി ഉണ്ടോന്ന് ചോദിക്കും, തീപ്പെട്ടി ഉണ്ടോന്ന് ചോദിക്കും. ഓൻ സിഗരറ്റ് എടുത്തപ്പോ ലൈറ്റ് കിട്ടിയില്ല. അപ്പൊ അപ്പോഴത്തെ കാറിന് ഉള്ള ആള് സിഗരറ്റ് ഉണ്ടോന്ന് ഓൻ ചോദിക്കും. തൊപ്പിട്ടൊരാളിങ്ങനെ. അത് ഗുജറാത്ത് വഴിക്കൊക്കെ പോയാൽ ആ ജാതി കുറെ മാർവാടികളെ കാണാനുണ്ട്. അപ്പൊ ഇവർ എന്തോ വല്ല ജുവൽസിന്റെ കച്ചവടത്തിന് ഉടുപ്പിയിലേക്ക് പോകുന്ന ഏതോ മാർവാടി നാപ്പം വിചാരിച്ചിട്ടുണ്ടാവുക. പിന്നെയാണ് വില തിരിഞ്ഞത്. ഇത് 14,000 മൈലുകളെ കാളിയാണ്, ഇത് കേരളത്തിന്റെ രത്നമാണ് എന്നൊക്കെ മനസ്സിലായാൽ ആ കാലിൽ ചുംബിക്കാത്തതിന് അവന് വേദന തോന്നും. എന്തുകൊണ്ട്? അവൻ ആ ആളെ പറയും തിരിഞ്ഞു. അപ്പൊ ഇവിടെ വിഷയത്തിന്റെ മർമ്മം നമ്മളെല്ലാവരും, പള്ളി കമ്മിറ്റിയിൽ 21 ആളുണ്ട് എങ്കിൽ ഈ 21 ആളുകൾക്കും ആദ്യം കമ്മിറ്റി ചേർക്കലിന് മുമ്പ് പഠിപ്പിക്കേണ്ടത് ആരാണ്? ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. ഇത് പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഇവർ ഓരോരുത്തരും കൊഴിഞ്ഞ് മറ്റു ഭാഗത്തേക്ക് പോകും. വളരെ ചിന്തിക്കണം. മഹാനായ ഇമാമുന ശാഫിഈ, ഞാൻ വളരെ കുറഞ്ഞ വാക്ക് ഞാൻ നീട്ടി പറയുന്നില്ല, ഞാൻ മുമ്പ് ഇവിടെ പ്രസംഗിച്ചിട്ടുണ്ട്. ശാഫിഈ ഇമാമിനെ പറ്റി ഒരു ഉത്ബുദ്ധ ജനതയുടെ മുന്നിൽ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അത്രയും വലിയ മഹാനാണ് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. കുട്ടിക്കാലത്ത് തന്നെ ഉപ്പ മരിച്ചു. അന്ന് ഇമാം ശാഫിഈക്ക് 2 വയസ്സ്. അസ്ലും മക്കക്കാരി. ഉപ്പ നാട് വിട്ടുപോയി. ഗസയിലെത്തി. ഇപ്പോൾ ഫലസ്തീനിലാണ് ഗസ. ഗസയുടെ ഇന്നത്തെ അവസ്ഥ പ്രൊട്ടക്റ്റഡ് ഏരിയയാണ്. സന്ദർശകരെ പോലും സ്വീകരിക്കൂല. ഏറ്റവും കൂടുതൽ ടെററിസ്റ്റുകളുള്ള സ്ഥലമാണ് ഏത്? ഗസ. ഗസ മുനമ്പ്. അവിടെയാണ് ഇന്ന് ഏറ്റവും യുദ്ധം നടക്കുന്നത്. അതായത് ജെറൂസലേമിൽ നിന്ന് 550 കിലോമീറ്റർ ഉണ്ട് ഗസയിലേക്ക്. സഞ്ചാരികളെ സ്വീകരിക്കൂല. അങ്ങനത്തെ നാടാണ്. ഏറ്റവും പ്രശ്നമുണ്ടാകുന്ന നാടാണ് ഗസ. ആ ഗസയിലാണ് ജന്മം കൊണ്ട് ഗസക്കാരനാണ് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. 2 വയസ്സായപ്പോൾ ഉപ്പ മരിച്ചു. അപ്പോൾ ഉമ്മ കുട്ടിയെയും കൊണ്ട് മക്കയിലേക്ക് തിരിച്ചു പോന്നു. പിന്നെ 2 വയസ്സ് മുതൽ മക്കയിൽ താമസിച്ചു. മക്കയിലെ ആ കാലഘട്ടത്തിലെ ഉലമാഇന്റെ കയ്യിൽ നിന്ന് മുഴുവനും മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു വിജ്ഞാനം സ്വീകരിച്ചു. 14 വയസ്സ് വരെ മക്കയിൽ പഠിച്ചു. 7ാമത്തെ വയസ്സിൽ ആഴമേറിയ വ്യാഖ്യാന സഹിതം ഖുർആൻ മനഃപ്പാഠമാക്കി. 10ാമത്തെ വയസ്സിൽ അക്കാലത്തെ മുദവ്വനായ ഏറ്റവും പ്രധാനപ്പെട്ട ഹദീസ് കിതാബായ മുവത്ത മനഃപ്പാഠമാക്കി ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. മഹാവിജ്ഞാനം നേടി മക്കയിൽ നിന്ന്. 14ാമത്തെ വയസ്സിൽ എന്റെ കവിളിൽ പോലും ഒരു ലോമമില്ലാത്ത കാലത്താണ് ഞാൻ ഉമ്മാനെ വിട്ട് പിരിഞ്ഞു പോയതെന്ന് ഇമാമുന ശാഫിഈ. ഞാൻ അതിങ്ങനെ ചിന്തിക്കലുണ്ട് എപ്പോഴും. പടച്ചോനെ, എവിടേക്കാ പോണേ? എവിടേക്കും ഇല്ല, പോവുക. വിജ്ഞാനം സമ്പാദിച്ചു പോകുന്ന കുട്ടിയെ ഉമ്മ പറഞ്ഞേക്കും ചെയ്തു. മനസ്സിലായില്ല? ഈ കുട്ടിയെ ഉമ്മ പറഞ്ഞയച്ചു, വിജ്ഞാനം സമ്പാദിച്ചു. അങ്ങനെ പോയി. മീനായിലെത്തിയപ്പോൾ ഒരു കാഫില സംഘം കണ്ടു. നിങ്ങളെങ്ങോട്ടാന്ന് ചോദിച്ചു. ഞങ്ങള് മദീന ഭാഗത്തേക്കാണ്. മദീനയിലെ ആലിമാരാണ് മാലിക്കാണ്. അല്ലോ, മാലിക്കിനെ പറ്റി നേരത്തെ കേട്ടിട്ടുണ്ട്. ആര്? ഇമാമുന ശാഫിഈ. എന്നെ കൂടെ കൂട്ടോന്ന് ചോദിച്ചു. കൂട്ടുന്ന. അങ്ങനെ 8 ദിവസം കൊണ്ട് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു അവര് കുട്ടിയുടെ മഹത്വം കണ്ടപ്പോൾ ഒരു ഒട്ടകത്തെ തന്നെ കുട്ടിക്ക് യാത്രക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി കുട്ടിക്ക് വേറിട്ട് കൊടുത്തു. കുട്ടി അവരെ കൂട്ടത്തിൽ യാത്ര ചെയ്തു. ദർസ് കിതാബ് പഠിക്കും, മുദാക്കറ നടത്തും ഖുർആനോടും. അപ്പോൾ തന്നെ പകലിൽ ഒരു ഖത്തും രാത്രി ഒരു ഖത്തും ഓടും. 8ാമത്തെ ദിവസം മദീനയിലെത്തിയപ്പോഴത്തേന് 16 ഖത്ത് തീർന്നിട്ടുണ്ട്. അസറോട് കൂടി ബഹുമാനപ്പെട്ട ഇമാം മാലിക്കിന്റെ മസ്ജിദ് മദീനയിലെത്തി, മസ്ജിദ് നബവിയിലെത്തി. മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സിയാറത്ത് ചെയ്തിട്ട് ഹബീബ റസൂലുള്ളാഹിന്റെ ഖബറിൽ കൂടി വീണു.
അപ്പോൾ അപ്പുറത്ത് ബഹുമാനപ്പെട്ട മാലിക്കിന്റെ ദർസ് തുടങ്ങിയതായി കണ്ടു. അപ്പോൾ നേരെ ബാക്കിൽ പോയി കുത്തിരുന്നു. മാലിക് ഇങ്ങനെ പറയുന്നുണ്ട്, തർക്കം തന്നെ മാലിക്കിന്റെ വാക്ക് ഇങ്ങനെയാണ്. അത് കേട്ടപ്പോഴത്തിന് ഇമാം ഷാഫി ഉള്ളിൽ വിറച്ചുപോയി. ഹദ്ദസനി നാഫിഉൻ അൻ ഇബ്നു ഉമറ അൻ സ്വാഹിബി ഹാദൽ ഖബർ എന്ന് പറഞ്ഞുകൊണ്ടാണ് മാലിക് ഇമാം ഒരു വർത്തമാനം പറയുന്നത്. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. അപ്പോഴത്തിന് പേടിച്ചുപോയി. ആര്? ഷാഫി ഇമാം. 14 വയസ്സാണ്. ഹദ്ദസനി നാഫിഉൻ അൻ ഇബ്നു ഉമറ അൻ സ്വാഹിബി ഹാദൽ ഖബർ എന്ന് പറയാതെ ഒരു വർത്തമാനം ആര് പറയൂല? ഇമാം മാലിക് പറയൂല. ബാക്കിൽ പോയിരുന്നു. കയ്യിൽ കടലാസോ താളിയോ ഒന്നുമില്ല. ബാക്കിൽ പോയിരുന്നു. ഒരു കൊള്ളി കഷ്ണം കിട്ടി. മാലിക് ഇമാം ചർച്ച ഇങ്ങനെ നടത്തുകയാണ്. ആ ഇരുത്തത്തിൽ 25 ഹദീസ് ചർച്ച ചെയ്തു മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. നേരെ ബാക്കിൽ ഇങ്ങനെ ഇരുന്നു. ഒരു കൊള്ളിക്കഷ്ണം ഉണ്ട്. ആ കൊള്ളിക്കഷ്ണം കൊണ്ട് വായിന്ന് ഇങ്ങനെ തുപ്പിനീരെടുക്കും, കയ്യിൽ ഇങ്ങനെ എഴുതും. ദർസ് തീർന്നു. എല്ലാ വിദ്യാർത്ഥികളും എണീറ്റുപോയി. ഈ കുട്ടി എണീറ്റില്ല. മാലിക് ഇമാം ഇടക്കിടക്ക് ഈ കുട്ടി അങ്ങനെ ഒരു കുരുത്തൊക്കെ ഉണ്ടോ എന്ന കോലത്തിൽ ഇങ്ങനെ നോക്കും. മനസ്സിലായില്ല. ദർസ് ഇവിടെ പൊടി പൊടിക്കാം, തുപ്പൻ കൊണ്ട് കളിക്കാം. മനസ്സിലായില്ല. ആര്? ഷാഫി. ബാക്കിൽ ഇരുന്നിട്ട് ഒരു കൊള്ളിക്കഷ്ണം കൊണ്ട് നാവിലിട്ടിട്ട് അങ്ങനെ മിനിയിലെടുക്കും, ഇങ്ങനെ എഴുതും. തന്നെ ഇതിങ്ങനെ ചെയ്യും. അപ്പൊ ഇടക്കിടക്ക് ഇങ്ങനെ രൂക്ഷമായി നോക്കും മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു. ദർസ് കഴിഞ്ഞു. എല്ലാവരും പോയി. കുട്ടി പോയി. കുട്ടി അവിടെ തന്നെ ഇരുന്നു. എല്ലാരും പോയി കഴിഞ്ഞപ്പോൾ ഇതിന് പിന്നെ ഇങ്ങോട്ട് വന്നതാണ് മാലിക് റളിയല്ലാഹു. അപ്പൊ അടുത്തേക്ക് ഹറമിയുൻ അൻത? ഹറമിയാന്ന് ചോദിച്ചു. മക്കിയുൻ അൻത? അഖുറശിയുൻ അൻത? കമലത ഔസാഫക വലാകിൻ ഇന്ന ഫീക ല ഇസാഅ. ആള് അന്റെ ഔസാഫൊക്കെ തിരക്കില്ല, അവന്റെ സ്വഭാവം മോശമാണ് എന്ന്. അപ്പൊ ചോദിച്ചു എന്താണ് ഷെയ്ഖേ? അപ്പോൾ പറഞ്ഞു, ഞാൻ മുത്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് പറയാം. ഞാൻ എന്റെ മിന്നിലെടുത്ത് കളിക്കാം ഇല്ലെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എനിക്ക് എഴുതാൻ പറ്റിയ ഒരു കടലാസൊന്നും ഒരു താളിയോലയോ മാൻതോലോ ഒന്നും എനിക്ക് കിട്ടിയില്ല. ഞാൻ ഇവിടെ വന്നിട്ട് സിയാറത്ത് കഴിഞ്ഞപ്പോഴത്തെ നിങ്ങൾ ദർസ് തുടങ്ങി. അപ്പോൾ പിന്നെ ഞാൻ ഓടി വന്നു. എനിക്ക് ഒന്നുമില്ല, അങ്ങാടി പോയി വാങ്ങാനോ മറ്റോ നിങ്ങൾ നേരില്ല, ഞാൻ നേരെ വന്നിരുന്നതാണ് എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ എന്റെ ചോദിച്ചു, ഞാൻ എന്റെ കയ്യിലെഴുതിയ. അപ്പൊ കയ്യിൽ പിടിച്ച് ആര് എന്നോട് ചോദിച്ചു, കയ്യിൽ ഇങ്ങോട്ടൊന്നും കാണാനില്ലല്ലോ. അപ്പോൾ പറഞ്ഞ്, ഞാൻ എഴുതിയത് ദീക്കെടുത്തെങ്കിലും എഴുതിയത് എഴുതുന്നതിനനുസരിച്ച് ഹിഫ്ളാക്കാൻ വേണ്ടിയാണ് ഞാനത് ഹിഫ്ളാക്കി. എന്നാൽ ഫഖർ അലി ഹദീഥൻ മിൻഹാ എന്ന ഒരു ഹദീസെങ്കിലും പറഞ്ഞു. ഫഖർ അലി 5 സുബ്ഹാനല്ലാഹി വഅല 25 ഹദീസ് അങ്ങനെ തുടങ്ങി. അപ്പോഴത്തെ പേടിയായി. ആർക്ക്? മാലിക് മനസ്സിന് പേടിയായി. പറയും മനുഷ്യന്മാരെ. അത് പറഞ്ഞിട്ട് അടുത്ത വരി പറയൂ, അതാണ് റിജാല്, അവരെ തുടരാനാണ് അല്ലാഹു പറഞ്ഞത്. സിറാത്തൽ ലദീന അൻഅംത. വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. വീട്ടിൽ വൈഫായി താമസിപ്പിച്ചു ഷാഫി ഇമാമിനെ 8 മാസം. ആ 8 മാസം താമസിക്കുമ്പോൾ മാലിക് ഇമാമിന്റെ വീട്ടിൽ ആരാണ് വീട്ടുകാരെന്ന് വന്ന് നോക്കുന്ന ആർക്കും അറിയില്ലായിരുന്നു. അങ്ങനെ മാലിക് ഇമാം ബഹുമാനിച്ചത് ആരെ? ഷാഫി. അതായത് പുറത്തുനിന്ന് വരുന്ന ഒരാൾക്ക് ഇതിൽ ആരാണ് വീട്ടുകാരൻ എന്ന്, ഈ കുട്ടിയാണോ ഷെയ്ഖാണോ വീട്ടുകാരെന്ന് അറിയില്ല. അങ്ങനെ 8 മാസം താമസിച്ചു. അതിനിടയ്ക്ക് ഇറാഖിൽ നിന്ന് ഒരു കാഫില സംഘം നേരെ വന്നു ബഹുമാനപ്പെട്ട മാലിക് ഇമാമിന്റെ അടുത്ത് ഫത്വ ചോദിച്ചു. അപ്പോൾ ഈ കുട്ടി ആ കാഫില സംഘത്തോട് ചോദിച്ച്, നിങ്ങളെ കൂട്ടത്തിൽ നാട്ടിൽ ആലിമീങ്ങളുണ്ടോ? ഉണ്ട്. ആരാ നിങ്ങളെ നാട്ടിലെ ആലിമീങ്ങൾ? ഒന്ന് മുഹമ്മദ് ബിൻ അൽ ഹസനും ഒന്ന് അബൂ യൂസുഫുമാണ്. അപ്പോൾ അവരിൽ നിന്ന് പഠിക്കാനും കാണാനും പൂതിയായി ആർക്ക്? ഷാഫി ഇമാം. അന്ന് രാത്രി ഉസ്താദിനോട് സമ്മതം ചോദിച്ചു. അപ്പോൾ ഉസ്താദ് സമ്മതം കൊടുത്തു. പക്ഷെ കയ്യിലൊരു പൈസ ഇല്ല. പാതിരാത്രി തഹജ്ജുദിന്റെ നേരത്ത് ഉസ്താദ് ശിഷ്യനെയും കൂട്ടി നേരെ ജന്നത്തുൽ ബഖീന്റെ ഏരിയയിൽ വന്നു. ഇങ്ങനെ വിളിച്ചു ചോദിച്ചു, ആരെങ്കിലും പിന്നെ വാടക ഒട്ടകത്തെ കാഫില സംഘത്തിൽ ഒരു കൂട്ടിത്തരാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ? ഒരു വാടക കൊടുക്കാം ഉണ്ടോന്ന് ചോദിച്ചു. അപ്പോൾ ഷാഫി ഇമാം ചോദിച്ചു, നിങ്ങളെങ്ങനെ ഈജാറിനെ ഒരാളെ വിളിക്കണത്? ഒരു ഒട്ടകത്തിനെ നിന്ന് ഇറാഖിലേക്ക് എന്നെ കൊണ്ടുപോകാൻ എന്റെ കയ്യിലും പൈസ ഇല്ല. അപ്പോൾ മാലിക് ഇമാം പറഞ്ഞു, ഇന്നലെ രാത്രി ഞാൻ ദുആ ചെയ്തിരുന്നു, ഈ കുട്ടിയുടെ ജ്ഞാന സമ്പാദന ആണെങ്കിൽ ഈ കുട്ടിയെ അയക്കാൻ വേണ്ടിയും
എൻ്റെ ഫക്റിനൊരു പരിഹാരമായിട്ടും എനിക്ക് എന്തെങ്കിലും കിട്ടണേ. വാതിൽ പിന്നെ ആരോ രാത്രി മുട്ടുന്നത് കേട്ടു. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരനാണ്, അയാൾ എനിക്ക് 100 ദിനാർ തന്നു. മനസ്സിലായില്ല ആരുടെ കറാമത്ത്? ഷാഫി അവൻ കറാമത്ത്. ആർക്ക്? ഉസ്താദ്. മനസ്സിലായില്ല. അല്ലാഹുവേ ഈ കുട്ടിക്ക് നാളെ യാത്രയാക്കണം. ഉസ്താദിന്റെ കയ്യിൽ ഒന്നും കൊടുക്കാനില്ല. കുട്ടിക്ക് സ്വാഭാവികമായി ദരിദ്രൻ, രണ്ടാളും ദരിദ്രൻ. അന്ന് മാലിക് ഇമാം ദരിദ്രനാണ്. പിന്നെ ആ മാലിക് ഇമാം വലിയ മലയാളി ഏറ്റവും കണ്ടിട്ടുണ്ട്. ഏറ്റവും അഫ്ഖറുന്നാസ എന്ന ഒരു കാലത്ത് ആര്? മാലിക് ഇമാം. അന്നാണ് ഈ സംഭവം. അന്നാണ് 8 മാസം ലൈഫായി താമസിച്ചിട്ടുള്ളത്. അങ്ങനെ മാലിക് ഇമാം റളിയല്ലാഹു അൻഹു പിന്നെ ജന്നത്തുൽ ബഖയിൽ കൊണ്ടുപോയി, ആ ഏരിയ കൊണ്ടുപോയി ഒട്ടക സംഘം കാഫില കെട്ടി പോകുന്നിടത്ത് കൊണ്ടുപോയി കാഫിലക്കാരെ വിളിച്ച് വാടക തരാം. അപ്പൊ എവിടെ നിന്നൊക്കെ പൈസ എന്ന് ചോദിച്ചപ്പോ എന്റെ കയ്യിലും ഞങ്ങളെ കയ്യിൽ. പിന്നെ എന്തിനാ ഹിജാറിന് എങ്ങനെ നമ്മൾ ആരെങ്കിലും തബറുആയിട്ട് വെറുതെ കൊണ്ടുപോകാനുണ്ടോ എന്ന് അന്വേഷിക്കാൻ, അല്ലാതെ വാടക കൊടുക്കാൻ എങ്ങനെയാ പറയുന്നത്? അപ്പോൾ പറഞ്ഞു കൂലി കൊടുക്കാൻ എന്റെ കയ്യിലുണ്ട്. ഞാൻ ഇന്നലെ രാത്രി ദുആ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ ഒരു സഹോദരൻ വാതിൽ മുട്ടി തുറന്നു നോക്കുമ്പോൾ 100 സ്വർണ്ണ നാണയമുണ്ട്. അതിൽ എന്റെ ദാരിദ്ര്യം തീർക്കാൻ വേണ്ടി ഞാൻ 50 സ്വർണ്ണ നാണയം മാറ്റി വെച്ചു. 50 സ്വർണ്ണ നാണയം നിൽക്കുക. അതിൽ 4 സ്വർണ്ണ നാണയത്തിന് ഒട്ടകത്തെ വാടകക്കെടുത്തു. നേരെ ഇറാഖിലേക്ക് പോയി. കാഫില സംഘത്തിൽ ഇറാഖിൽ കയറി നേരെ ഇറാഖ് പള്ളി, കൂഫയിലെ പള്ളിയിൽ പോയിട്ട് അസർ നിസ്കരിച്ചു. അസർ നിസ്കരിക്കുന്ന സമയത്തുണ്ട് ഒരു ചെറുപ്പക്കാരൻ അസർ നിസ്കരിക്കാൻ വന്നു. അസർ നിസ്കരിക്കാൻ വേണ്ടി വന്ന സമയത്ത് ഇയാളെ നിസ്കാരം അങ്ങനെ പെട്ടെന്ന് ധൃതിയിൽ തീർന്നു. ധൃതിയിൽ തീർന്നപ്പോൾ ഷാഫി ഇമാം അവനെ വിളിച്ചു. അന്ന് വയസ്സ് 14 ചില്ലറയായിട്ടുള്ളൂ. 14 എവിടെ എത്തുന്നത്? മാലിക് ഇമാമിന്റെ അടുത്ത്. പിന്നെ അവിടെ താമസിച്ചത്രേ 8 മാസം. നേരെ എന്റെ നിസ്കാരത്തിൽ തെറ്റുണ്ട്. ഈ രൂപത്തിൽ നിസ്കരിച്ചാൽ ഈ മുഖത്തെ അല്ലാഹു തആല നരകത്തിലിട്ട് കുത്തും. അതിനേക്കാൾ നല്ലത് ഭംഗിയായി നിസ്കരിക്കലല്ലേ? അപ്പോൾ പറഞ്ഞു, നീ ആരാ എന്റെ നിസ്കാരം ചോദിക്കാനേ? ഇവിടെ അബൂ യൂസുഫും മുഹമ്മദ് ബിൻ ഹസനും ഉള്ള പള്ളിയാണ്. അവരൊപ്പം ഞാൻ 15 കൊല്ലം നിസ്കരിച്ചിട്ട് ഒരു ഇന്ന നിസ്കാരത്തെ തെറ്റുപിടിച്ചില്ല. അപ്പൊ പറഞ്ഞു, മുഹമ്മദ് ബിൻ ഹസനും അബൂ യൂസുഫും തെറ്റുപിടിച്ചിട്ടില്ല നോക്കേണ്ട ആവശ്യം എനിക്കില്ല. മുത്തുനബിന്റെ വീക്ഷണം അനുസരിച്ച് എന്റെ നിസ്കാരം ശരിയല്ല. ഇയാൾ നേരെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അപ്പുറത്തുണ്ട് 2 ആളും നിൽക്കുന്നു. ശേഖന്മാർ 2 ആളും. അക്കാലത്തെ ഇറാഖിലെ വലിയ ശേഖന്മാരാണ്. ആര്? മുഹമ്മദ് ബിൻ ഹസനും അബൂ യൂസുഫും റളിയല്ലാഹു അൻഹുമാ. പോയി പറഞ്ഞു, ഇതാ ഒരാൾ ചെറുപ്പക്കാരൻ കുട്ടീന്റെ നിസ്കാരത്തിൽ തെറ്റുപിടിക്കുന്നുണ്ടെന്നാണ്. അപ്പോൾ എന്താ തെറ്റെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, തുമൈനത്തില്ല, നിയ്യത്തിന്റെ സമയം നീ തക്ബീറത്തുൽ ഇഹ്റാമിന് വേണ്ടി നിയ്യത്തിന്റെ സന്ദർഭത്തിൽ നീ വാഖിഫാവുന്നില്ല. കൈ ഉയർത്തുന്ന സുന്നത്തിന് തർക്കീതിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കുട്ടി പോയിട്ട് ഇവരോട് ഇത് പറഞ്ഞു. അപ്പൊ അവർക്കത് ശരിയാന്ന് തോന്നി. എന്നാ അവനോട് വരാൻ പറയാം. അപ്പോൾ കുട്ടി പറഞ്ഞു, ഇൽമ അങ്ങോട്ടല്ലല്ലോ വേണ്ടത്, ഇൽമിന്റെ അടുത്ത് ഇങ്ങോട്ട് വന്നോട്ടെ. ശേഖന്മാരെ ഇങ്ങോട്ട് വിളിച്ചു. ഇൽമ അങ്ങോട്ട് പോയാൽ അത് സൂലതമാണ്. അതുകൊണ്ട് എനിക്ക് അവരുടെ അടുത്ത് കൊണ്ടുവരാൻ ആവശ്യമില്ല. അങ്ങനെ അവർ 2 ആളും വന്നു. കുട്ടിയെ അടുത്തിരുത്തി. പിന്നെ അതിനകത്തേറ്റ എന്റെ ശേഖാൻ മാലിക്കാണ്. അപ്പോൾ ചില മസാലകൾ ചോദിച്ചു. ആ മസാലകൾ മുഴുവനും മറുപടി പറഞ്ഞു. അതിനിടക്ക് വേറെ സംഭവം ഉണ്ടായിട്ടുണ്ട്. എന്തെന്നറിയോ? മാലിക് ഇമാമിന്റെ അടുത്ത് വന്നതിന്റെ പിറ്റേന്ന് രാവിലെ മുവത്ത ദർസ ആരടുത്ത്? മാലിക് ഇമാം. അപ്പോൾ എല്ലാരും മുവത്ത കൊണ്ടുവന്നിട്ടുണ്ട്. കുട്ടിയുടെ കയ്യിൽ മുവത്തല്ല. അപ്പൊ ഒരു ഹദീസ് വായിക്കണം. ഒരു ഹദീസ് വായിച്ചു. അടുത്ത ഹദീസാണ്. അതും വായിച്ചു. അടുത്തവും വായിച്ചു. പിന്നാട് വായിച്ചു. മുവത്ത മുഴുവനാണ് വായിച്ചു. കൈ നീട്ടി ബാക്കിലേക്ക് കുത്തിയിരുന്നു. ആര്? ഇമാം മാലിക്. അതായത് മാലിക് ഇമാം അത്ഭുതപ്പെട്ടു പോയി. കുട്ടിയുടെ ഹിഫ്ള് മനസ്സിലായില്ല. മുവത്ത എഴുതിയ മാലിക് ഇമാമിനെ അത്ഭുതപ്പെടുത്തി. ആര്? ഇമാമിനെ ഷാഫിഈ. അന്ന് മുഹമ്മദ് ബിൻ ഹസൻ എന്തിന് വലിയ മുതലാളിയാണ്. മുഹമ്മദ് ബിൻ ഹസൻ ഈ കുട്ടിയെ വീട്ടിലേക്ക് സൽക്കരിക്കാൻ തീരുമാനിച്ചു. വീട്ടിലേക്ക് പള്ളിയിലേക്ക് ഇറക്കിക്കൊണ്ടുവന്നു. ഒട്ടകത്തെ കൊണ്ടുവന്നു. എന്നിട്ട് ഒട്ടകപ്പുറത്ത് കയറ്റി വീട്ടിലെത്തിയപ്പോൾ ഷാഫി ഇമാം കരഞ്ഞുപോയി. എന്തിനാ കരയെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അന്നും ഇറാഖിലെ വലിയ മുതലാളിയാണ് ആര്? മുഹമ്മദ് ബിൻ ഹസൻ. ഖാളിയല്ലേ, ഇഷ്ടം പോലെ പാരിതോഷികങ്ങൾ കിട്ടുമല്ലോ. ഈ സൗകര്യങ്ങൾ കണ്ടിട്ട് ഞാൻ കരഞ്ഞതാണെന്ന്. അപ്പോൾ പറഞ്ഞു, മോനെ ഇത് ഹലാലായ സൗകര്യമാണ്. ഹദിയ റസൂലുള്ളാഹി സ്വീകരിച്ചിരുന്നല്ലോ, അങ്ങനെ കിട്ടിയ ഹദിയയാണ്. അതിന്റെ സക്കാത്ത് കൊടുക്കേണ്ട ബാധ്യതയുള്ളൂ. ഞാൻ കൃത്യമായി കൊടുക്കാറുണ്ട്. അത് പറഞ്ഞപ്പോൾ പറഞ്ഞു, എന്നാലേ ഞങ്ങളെ വീട്ടിൽ നിന്ന് ഭക്ഷണ കൈകൊള്ളുങ്ങൾ ആതിഥ്യം സ്വീകരിക്കുകയും ചെയ്യുകയുമായിരുന്നുള്ളൂ. അത് പറഞ്ഞ് നന്നായി പറഞ്ഞു. ആ രാത്രി അവിടെ താമസിപ്പിച്ചു. താമസിപ്പിച്ച മുറിയിൽ ചെറിയ ഒരു കാലിമപ്പെട്ടി ഉണ്ടായിരുന്നു. ആ കാലിമപ്പെട്ടിയിൽ ഔസത്ത് എന്ന കിതാബുണ്ട്. ആരുടെ? അബൂ ഹനീഫ നുഅ്മാന്റെ റളിയല്ലാഹു അൻഹു. അതൊന്ന് നോക്കിക്കാളാ കുട്ടി എന്ന് പറഞ്ഞു. ഔസത്ത് ആദ്യം മുതൽ അവസാനം വരെ ആ രാത്രി ഇരുന്ന് നോക്കി. ആര്? ഇമാം ഷാഫിഈ ഫഹഫിളഹു മൊത്തം പഠിച്ചു. ആ ഒറ്റ രാത്രി. പിന്നെ അവിടെ കുറച്ച് ദിവസം ഇവരെ അതിഥിയായി താമസിച്ചു. അബൂ യൂസുഫിന്റെയും മുഹമ്മദ് ബിൻ ഹസന്റെയും.
അതിനിടയില് ഒരു സംഘം ആളുകൾ ഒരു ഫത്വ ചോദിക്കാൻ വേണ്ടിയിട്ട് വന്നു. ആരടുത്ത്? മുഹമ്മദ് ബിൻ ഹസന്റെ അടുത്ത്. അപ്പോൾ മുഹമ്മദ് ബിൻ ഹസൻ ഫത്വ കൊടുത്തു. അടുത്തിരിക്കാണ് 14 വയസ്സായ കുട്ടി ഇമാം ഷാഫിഈ ഫത്വ തെറ്റാന്ന് പറഞ്ഞു. അപ്പോൾ ഖാദിൽ ഖുലാത്താണ് ആര്? മുഹമ്മദ് ബിൻ ഹസൻ. മുഹമ്മദ് ബിൻ ഹസനോട് പറഞ്ഞു ഈ മസ്അല തെറ്റാണ്. അപ്പോൾ മുഹമ്മദ് ബിൻ ഹസൻ പറഞ്ഞു തെറ്റല്ല, അങ്ങനെയാണ് അബൂ ഹനീഫയുടെ ഔസത്തിൽ രേഖപ്പെടുത്തിയത്. അപ്പോൾ പറഞ്ഞു അങ്ങനെ അല്ല. പിന്നെ എങ്ങനെയാണ് വിഷയം? അപ്പോൾ പറഞ്ഞു ഇന്നാലിന്ന മസലയുടെ താഴെ ഇന്നാലിന്ന മസലയുടെ മുകളിൽ ഈ മസല ഇങ്ങനെയായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ മുഹമ്മദ് ബിൻ ഹസൻ തന്റെ വീട്ടിലെ കാൽമപ്പെട്ടിയിൽ പഴയ കാലത്ത് എടുത്തു വെച്ച ഔസത്ത് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. ഔസത്ത് കൊണ്ട് നമുക്ക് കുട്ടി പറഞ്ഞതുപോലെ. അപ്പോൾ ചോദിച്ച് ഔസത്ത് നീ പഠിച്ചിട്ടുണ്ടോ? ഒരു രാത്രി നിങ്ങളെ വീട്ടിൽ തന്നെ താമസിച്ച ആ രാത്രി ഞാൻ ഔസത്ത് നടക്കിയതാണ്. സുബ്ഹാനല്ലാഹ്. അതാണ് ഈ മനുഷ്യനെ പറ്റി പറയാൻ എന്തിനാ മടിക്കണത്? അബൂ യൂസുഫ് തന്റെ കയ്യിലുള്ള 3000 സ്വർണ്ണ നാണയം പരിദാശിക്കായി കൊടുത്തു. പിന്നെ ചിത്തി, പിന്നെ ലോകമാകെ ചിത്തി. യമനിൽ പോയി, തുർക്കിയിൽ പോയി, മധ്യേഷ്യയിൽ പോയി, എവിടെയൊക്കെയാണ് അക്കാലത്ത് വിജ്ഞാനമുള്ള ആ നാട് മുഴുവനും ചിത്തി. മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു 21ാമത്തെ വയസ്സിൽ വീണ്ടും ബഗ്ദാദിലേക്ക് തിരിച്ചു വരുമ്പോൾ ബഗ്ദാദിലെ ഖലീഫ റഷീദാണ് ഹാറൂൺ റഷീദ്. ഹാറൂൺ റഷീദിന്റെ മുന്നിൽ പരീക്ഷയ്ക്ക് റഷീദ് ഈ കുട്ടിയുടെ ചെറുപ്പക്കാരന്റെ 21ാമത്തെ വയസ്സ് വിജ്ഞാനം മനസ്സിലാക്കിയപ്പോൾ അബ്ബാസി ഖലീഫമാരുടെ ഖാദിയാകാൻ വേണ്ടി നിർബന്ധിച്ചു. അപ്പോൾ പറഞ്ഞ് മഹക്കം ഖാദിയാവൂല എന്ന് മാത്രമല്ല, കോടതിയുടെ വാതിൽ അടക്കാനും തുറക്കാനുമുള്ള ജോലി നിങ്ങൾ എനിക്ക് തന്നാലും ഞാനത് സ്വീകരിക്കുകയില്ലെന്ന് ഇമാം ശാഫിഈ. റഷീദ് കരുതി. മനസ്സിലായില്ല? മഹക്കമയിൽ ഞാൻ ഖാദിയാവൂല എന്ന് പറഞ്ഞില്ല. റഷീദ് അപ്പോൾ കരുതി. കാരണം ഈ കുട്ടിയുടെ സൂക്ഷ്മ. പിന്നെ 21ാമത്തെ വയസ്സിൽ വീണ്ടും മദീനയിലേക്ക് തിരിച്ചു വന്നു. ആരടുത്തേക്ക്? ബഹുമാനപ്പെട്ട മഹാനായ ഇമാം മാലിക്കിന്റെ അടുത്തേക്ക്. അപ്പൊ ഒരു സദസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സദസ്സിലെ തൂണിന്റെ മറവിൽ പോയി ഒരു ചോദ്യം എങ്ങനെ ചോദിക്കുന്നുണ്ട്. ഓത്ത പഠിച്ചിട്ടുണ്ടോ? ഇല്ലാന്ന്. പിന്നെ എനിക്കിത് എങ്ങനെ? അവിടെ ഒരാൾ തൂണിന് മറിഞ്ഞിരിക്കുന്നുണ്ട്. പറഞ്ഞ ഞാൻ ഏറ്റവും ആളാണ്. അപ്പൊ തൂണിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കി. തൂണിന്റെ മറിഞ്ഞ ആള് പുറത്ത് വരട്ടെയാണ്. പുറത്തു വന്നു. ആരാ? അപ്പോൾ ചാടിയാര്? ഇമാം മാലിക്. ഷാഫിഈ പൊന്നുമോനെ എന്ന് പറഞ്ഞു. ആദരിച്ച് പോയി. മക്കയിൽ ചെന്ന് ഉമ്മാനെ കണ്ടു. ഉമ്മ വൃദ്ധയാണ്. കൊണ്ടുവന്ന ഉമ്മ വൃദ്ധയാണ്. അപ്പോൾ പറഞ്ഞു കുഞ്ഞുമോൻ വാങ്ങി വന്നേ. അപ്പോൾ കുഞ്ഞുമോനെ നല്ല റാഹത്തിലാണ്. ഉമ്മ വീട്ടിൽ പോകാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു മോനെ വീട്ടിൽ പോകാൻ കൊണ്ടുപോകില്ല നിന്നെ ഞാൻ. എന്റെ കയ്യിലുള്ളത് മുഴുവനും ഹറമിൽ ദാനം ചെയ്യാതെ ഞാൻ നിന്നെ വീട്ടിൽ കയറ്റില്ല. ആര്? ഉമ്മ. അതാണ് ഉമ്മ. ആ കയ്യിലുള്ളത് മുഴുവൻ ദാനം ചെയ്തു. അന്ന് ഉമ്മാന്റെ ഒട്ടിക്ക് കടം വാങ്ങി. അന്ന് കടക്കാരനായിട്ടാണ് വീട്ടിൽ താമസിച്ചത്. 21 കൊല്ലത്തെ ജീവിതത്തിൽ കിട്ടിയത് മുഴുവൻ ഹറമിൽ ദാനം ചെയ്തു. ആര്? ഉമ്മാന്റെ കൂടെ കഴിഞ്ഞു. പിന്നെ വീണ്ടും തിരിച്ചുപോയി. പിന്നെ വീണ്ടും ഇറാഖിൽ കയറി. ആകെ 54 വയസ്സ്. ഹിജ്റ 150 ജനിച്ചു. ഹിജ്റ 204 വഫാത്തായി ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു. ഊരുള്ള കുപ്പേരിയാണ്. ചോദ്യത്തിന് ഊരുള്ള കുപ്പേരിയ. ഒരാൾക്കും ഊരുള്ള കുപ്പേരി. എന്തിലാ വിവരം? എന്തിലും ഏത് ഫണ്ണിലും വിവരാണ്. എത്രയാണ് നിമിഷ കവിയ ഇന്ന് നമ്മൾ കാണുന്ന പിന്നെ ഏകദേശ കവിതകളെല്ലാം ഇങ്ങനെയുള്ള ഏകദേശ കവിതകളെല്ലാം നിമിഷ കവിയാണ്. തുബ്ബിൽ വലിയ ആലിമാണ്, ഭയങ്കര ആലിമാ തുബ്ബിൽ. ബഹുമാനപ്പെട്ട മഹാനായ ഇമാം ശാഫിഈ തങ്ങളുടെ തിബ്ബുണ്ട്. തിബ്ബിൽ ഇഷ്ടം പോലെയാണ്, അനവധി. തിബ്ബിന്റെ വിഷയത്തിലൊക്കെ ഇമാം ശാഫിഈ തങ്ങളുടെ അറിവ് വല്ലാത്ത അറിവാണ്. ഇപ്പൊ നമ്മളെ നാട്ടിൽ ചില ആളുകൾക്ക് സമ്പ്രദായം ഉണ്ട്, ഷുഗർ പോകാൻ വേണ്ടി അതിരാവിലെ വെള്ളം കുടിക്കും. ബഹുമാനം എന്തൊക്കെ ചോദിച്ചാൽ ഒരാൾ ചോദിക്കുക, ഒരാളൊരു മജ്‌ലിസിൽ പെട്ടെന്ന് ചോദിച്ചു
പലതും ഇറാഖുകാർ പരിശോധിച്ചു, എവിടെ നോക്കിയിട്ട് ഒരു കാര്യമല്ല, എല്ലാ മസായിലിനെയും മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു. ഷാഫി ഇമാമിന്റെ വലുപ്പത്തരം മനസ്സിലാക്കാൻ നിസ്കാരത്തിൽ ദുആ ചെയ്തിട്ടുണ്ട് അനവധി ഇമാമിങ്ങൾ. നിസ്കാരത്തിൽ സുജൂദിലും അത്തഹിയ്യാത്തിലും ദുആ ചെയ്യുമായിരുന്നു അക്കാലത്തെ മഹാന്മാർ. ആർക്ക് വേണ്ടി? വമിൻഹും അഹ്മദ് ബിൻ ഹംബൽ, വമിൻഹും സുഫിയാൻ ബിൻ ഉയൈന, വമിൻഹും അബ്ദുറഹ്മാൻ ബിൻ മഹ്ദി. വിഷയത്തിനെ പറഞ്ഞ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, വെറുതെ വലിച്ചു നീട്ടേണ്ട ആവശ്യവും ഇല്ലതാണ്. നിങ്ങൾ ചിന്തിക്കണം. അതാണ് ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു. ഒരു വിജ്ഞാനത്തിന്റെ ആഴം അത്ര വലുതാണ്. എല്ലാ പറഞ്ഞില്ലേ, അവര് അറിയാത്ത ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ മഹ്ദി റളിയല്ലാഹു അൻഹു, സുഫിയാൻ ബിൻ ഉയൈന, യഹ്യ ബിൻ സഈദ് അൽ ഖത്താനി, അതായത് അവരൊക്കെ ഹദീസിൽ എന്ന് പറഞ്ഞാൽ എന്താ പറയാ, മഹറത്ത്. ലോകത്തെ ഹദീസിലെ ഏറ്റവും വലിയ മാഹിര്യങ്ങളാണ് ഈ മഹാന്മാർ. അവരൊക്കെ കാനു യദ്ഊന ലഹു ഫീ സ്വലാത്തിഹിം, നിസ്കാരത്തിൽ ദുആ ചെയ്യും. ആർക്ക് വേണ്ടി? ഇമാം ശാഫിഈക്ക് വേണ്ടി റളിയല്ലാഹു. 40 കൊല്ലാണ് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു നിസ്കാരത്തിൽ ദുആ ചെയ്തത്. ആർക്ക് വേണ്ടി? ഇമാം ശാഫിഈ. 40 കൊല്ലം. 54 വയസ്സേ ജീവിച്ചിട്ടുള്ളൂ. 54 വയസ്സ് മാത്രമേ ജീവിച്ചിട്ടുള്ളൂ. 199 ഫുസ്താത്തിൽ വരുന്നത്. മസ്ജിദ് അംർ ബിൻ ആസിലെ മുദരിസായി 199 മുതൽ 204 വരെ. 204 വഫാത്തായി. അന്ന് അവിടെ നടത്തിയിരുന്ന സിലബസിന്റെ ക്രമമാണ് ഇന്ന് നമ്മുടെ സിലബസ് ക്രമങ്ങളുടെയും അടിസ്ഥാനം. മനസ്സിലായി? ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്ന ദർസി സിലബസുകളുടെ അടിസ്ഥാനം ആ കാലഘട്ടത്തിലെ മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു സിലബസിന്റെ ശൈലിയാണ്. വ്യത്യസ്ത വിഷയങ്ങളിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ അസർ വരെ ദർസ് നടത്തും മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു. ഉസ്താദിന്റെ പള്ളിയിലാണ് 5 വർഷം. 204 റജബ് 28 രാവിലെ, വെള്ളിയാഴ്ചയാണെന്നും അതല്ല യൗമുൽ ഖമീസ് ആണെന്നും യൗമുൽ ജുമുഅയാണെന്നും ചരിത്രത്തിൽ 2 പക്ഷക്കാരെ കാണാം. റജബ് 28 മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു വഫാത്തായി. അസൂയാലുക്കൾ ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ ഉപദ്രവിച്ചു, ദ്രോഹിച്ചു. അങ്ങനെ തന്നെയാണ് വലിയ വലിയ മനുഷ്യന്മാരുടെ ഒക്കെ ശൈലി. അങ്ങനെയാണ്. അവരാർക്കും വില വെക്കൂല. അവർ കണ്ട സത്യം ആരോടും പറയും. അങ്ങനെ ഒരു സ്വഭാവക്കാരനാണ് മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു. ഒരു മസ്അലക്ക് വേണ്ടി 300 വട്ടം ഖത്തം തീർത്ത സംഭവം മഹാനായ ഇമാം റാസി തങ്ങൾ തഫ്സീറുൽ കബീറിൽ പറയുന്നുണ്ട്. ഒരു മസ്അലക്ക് വേണ്ടി 300 ഖത്തം തീർത്ത സംഭവം, ഒരു മസ്അലക്ക് വേണ്ടി 300 വട്ടം ഖത്തം തീർത്തിട്ടുണ്ട്. ഒരു മസ്അലക്ക് വേണ്ടി അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചുരുക്കത്തിൽ ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ലോകം കണ്ട മഹാത്ഭുതമാണ്. 54 വയസ്സിൽ വഫാത്തായി. ചെയ്യാത്ത കളിയില്ല, ഒന്നുമില്ല. ലോകത്ത് ഇമാം ഔസാഇയെ പോലത്തെ മഹാന്മാർ, ഇമാം ബൈഹഖി പോയപ്പോഴത്തെ മഹാന്മാർ റളിയല്ലാഹു അൻഹും, അവരൊക്കെ പറഞ്ഞ് ഇങ്ങനത്തെ ഒരാൾ ചരിത്രത്തിൽ വന്നിട്ടില്ല. അതാണ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു. 2ാം സഹസ്രാബ്ദത്തിന്റെ 2ാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദാണ് ആര്? ഇമാം ശാഫിഈ. 1ാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദ് ഉമർ ബിൻ അബ്ദുൽ അസീസ് ആണെങ്കിൽ 2ാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദുൽ ഖർനി സാനി, 2ാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദാണ് ആര്? ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു. ഹിജ്റ 150 ജനിച്ച് ഹിജ്റ 204 വഫാത്തായി. തൊട്ടതെല്ലാം പൊന്നാക്കി. വിജ്ഞാനത്തിന്റെ മഹാശേഖരം. അറിയാത്ത കിതാബ് വിഷയങ്ങളില്ല. 10 ലക്ഷത്തോളം ഹദീസ് മനപ്പാഠം ഉണ്ടായിരുന്നു ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു. മഹാ ആഴമുള്ള വിഷയങ്ങൾ വരെ നിമിഷം കൊണ്ട് ഹല്ലിയും. അപാരമായ കഴിവാണ്, വല്ലാത്ത കഴിവാണ്. ജീവിതത്തിൽ ഞാൻ വയറ് നിറച്ച് തിന്നിട്ടില്ല എന്ന നക്കലുകൾ കാണാം. 15 വർഷം ഞാൻ എന്റെ വയറ് നിറച്ചിട്ടില്ല എന്ന് ഒരാളോട് ഇമാം ഷാഫി തങ്ങൾ പറയുന്ന നക്കല് വേറെ സിയർ അൽ ആലാമിൻ ബലായിൽ വേറെ കാണുന്നുണ്ട്. ഞാൻ എന്റെ ജീവിതത്തിൽ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് ഒരു ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം പറയുന്നുണ്ട്. കളവ് അല്ലാഹു ഹലാലാക്കിയാൽ പോലും ഷാഫി കളവ് പറയുമായിരുന്നില്ല. അത്ര സദൂഖുൽ ലിസാനാണ്. ലൗ കാനൽ കദിബു ഇൻദല്ലാഹി മുബാഹൻ, അല്ലാഹുവിന്റെ അടുക്കൽ കളവ് പറയൽ ഹലാലായിരുന്നെങ്കിൽ പോലും ഇമാം ഷാഫിഈ മുർവതൻ മാന്യത, ഒരിക്കലും ജീവിതത്തിൽ കളവ് പറയൂലായിരുന്നു എന്ന് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു. അതാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു. എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ചരിത്രം കണ്ട മഹാത്ഭുതമാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു. അവരെ പഠിക്കലും പഠിപ്പിക്കലും നമ്മെ സംബന്ധിച്ചിടത്തോളം കടമയും കർത്തവ്യവുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം.